ഹായ്, നീ എന്താ ഇവിടെ? ഹേയ് കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ? കോച്ചച്ചനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നീ ആ ജോബ് വിട്ടല്ലേ? യെസ്, ഐ ന്യൂ ഇറ്റ്. സൂപ്പർ ഐഡിയ. താങ്ക്സ് ഡാ. രാത്രി ഏതെങ്കിലും സിനിമ കണ്ടോ നീ? അതൊന്നുമില്ല. നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ ദൈവം തന്നെ പറഞ്ഞാലും കേൾക്കില്ല. പിന്നെന്തെയും? ആദ്യം അദ്ദേഹത്തിന് എന്നോട് വിശ്വാസം ഉണ്ടാവണം. എന്റെ അച്ഛനെ മാറ്റാൻ പറ്റുന്നുള്ളതില്ല. അത് ഞാൻ അടുത്തിരുന്നാ പറ്റില്ല. അതിനാണ് ഈ ഐഡിയ. നോട്ട് ബാഡ്. പിന്നെ വന്നപ്പോ നീ എനിക്കൊരു ഹഗ് തന്നു. അത് പിന്നെ നീ ഒരു ഫ്രഞ്ച് ടീച്ചർ അല്ലേ? ഐ ഹാവ് മൈ എക്സ്പെക്ടേഷൻസ്. എന്ത് എക്സ്പെക്ടേഷനാ? അത് യു നോ. ചെന്ന് ജോലി നോക്ക്. ചെന്ന് ജോലി നോക്കാൻ. കം ഓൺ ഹിയർ. ബൈ. ബൈ. ബൈ ചക്കരെ. ഡേ 1 മച്ചു, പറയടാ. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആടാ. അതെടാ, സുപ്രഭാതം കേൾക്കുന്നുണ്ട്. അതേടാ, ബെസ്റ്റ് ടൈമാ. വാ പോവാ. കൗസല്യ, സുപ്രജ, രാമപൂർവ, സന്ധ്യ, ശോഭ, മൊത്തം 5 പേരല്ലേ? ജോലി തീരും. എന്താടാ ജോലി തീരും? പറ. 4 ദിവസമായിട്ട് പാൽ പാക്കറ്റ് ന്യൂസ് പേപ്പർ മോഷ്ടിക്കുന്നത് നിങ്ങളല്ലടാ? പറയടാ. സാർ, ഞങ്ങൾ സ്വർണ്ണഭൂമിന്നാ വന്നിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഇവിടുന്ന് മോഷ്ടിച്ചിട്ട് അവിടെ ചെന്ന് വിൽക്കുകയാണല്ലേ? അല്ല സാറേ, കാലം മാറുമായിരിക്കും, പക്ഷെ ഞങ്ങൾ മാറില്ല. സ്വർണ്ണഭൂമി ഇത് നോക്കുകയാണെങ്കിൽ. എടാ, എന്റെ വീട്ടിലെ പേപ്പർ മോഷ്ടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് തന്നെ നിങ്ങൾ കഥ പറയാണല്ലേ? അയ്യോ, പ്രോമിസ് സാർ, ഞങ്ങൾ ഫ്ലാറ്റ് വിൽക്കാനാ വന്നിരിക്കുന്നത്. ഓഹോ, നിങ്ങൾ പ്ലോട്ട് വിൽക്കാൻ വന്നാണോ അതോ പാൽ പാക്കറ്റ് കട്ടെടുക്കാൻ വന്നാണോ എന്ന് ഇപ്പൊ കാണിച്ചു തരാം. ലാവണ്യ, ആ കഷ്ണം തുറക്കുന്ന കത്തി എടുത്തോണ്ട് വാ. എന്താ സാറേ, ബ്രേക്ക്ഫാസ്റ്റ് തരാനുള്ള പ്ലാൻ ആണ്? ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഇല്ലടാ, നിങ്ങളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുക. നമസ്കാരം മേഡം. ഓടിക്കോ. എന്റെ ഭാര്യ നിങ്ങൾക്ക് എങ്ങനെ അറിയാടാ? ഡേ 2 മച്ചു, ഗേറ്റ് തുറന്നിട്ടോളെ. ഓൾ ദി ബെസ്റ്റ്. അവിടെയുണ്ട്. സാറിന് തലയില്ലേ? അതാ താഴെയുണ്ട്. സാറ് നോർമൽ പൊസിഷനിലേക്ക് എപ്പോഴാ വരിക? അദ്ദേഹം ഒരിക്കലും വരില്ല. നിങ്ങൾ അങ്ങോട്ട് പോയാ മതി. ഓ, മച്ചാനെ, നീ പോടാ പ്ലീസ് ഡാ. എനിക്ക് വേണ്ടിടാ. സാറേ, ഞങ്ങള് സ്വർണഭൂമി വെഞ്ചേഴ്സ് വരുന്നേ. പഞ്ചർ ഒട്ടിക്കോ? എന്റെ അടുത്ത് ഒരു വണ്ടി ഇല്ലല്ലോ. പഞ്ചർ അല്ല സാറേ, വെഞ്ചർ. കേക്കുന്നില്ല സർ. അദ്ദേഹത്തിന് ആ കാത് കേൾക്കില്ല. വൺ സൈഡ് മൈക്കാണോ ഇത്? ആദ്യം തന്നെ പറഞ്ഞൂടെ? അത് പറഞ്ഞാൽ അവരെന്നെ ചീത്ത പറയും. എല്ലാം വട്ടമാരം തോന്നുന്നു. എടാ മച്ചാനെ, ഒന്നിങ്ങോട്ട് വാടാ. നീ ഇങ്ങോട്ട് വാടാ. നേരെ പിടിക്ക്, പോക്ക്. സാറേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലോട്ട് വാങ്ങിക്കുന്നോ? അപ്പൊ നിങ്ങൾ ഇവിടെ യോഗ പഠിക്കാൻ വന്നതല്ല അല്ലേ? പ്ലോട്ട്സ് വിൽക്കാൻ വന്നാ സാറേ. ഒരു മിനിറ്റ് സാർ. എന്താ സാറേ മൂക്ക് പൊത്തുന്നേ? സൂയിസൈഡ് ചെയ്യാ? ഇത് ശീർഷാസനത്തിൽ ശവാസനം എന്ന് പറയും. നിങ്ങൾ ഇപ്പൊ വന്നില്ലേ, ചെയ്തു തുടങ്ങിക്കോ. ഞാൻ ചെയ്താലേ നേരെ മേലോട്ട് പോവും. നീയൊന്ന് പോടാ അവിടുന്ന്. നിനക്കൊക്കെ എന്തിനാ ഫ്ലാറ്റ്? നിനക്ക് ഈ ചൊവര് മതിയല്ലോ. നാളെ വന്ന് ജോയിൻ ചെയ്യൂ. മച്ചു, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ ചെവി വീക്കാ. നമുക്ക് ഇവിടുന്ന് പോവാം. ഒന്ന് പോടാ. ഡേ 3 പോവാടാ. 7th ഫ്ലോർ. ഓക്കേടാ. ആ ലിഫ്റ്റ് ശരിയല്ല സാറേ. നിങ്ങൾ എങ്ങനെ പോകുന്നേ? ഞാൻ പോവില്ല, അവര് തന്നെ വരും. ഓഹോ. Who let the dogs out? Bow! Bow! Who let the dogs out? Bow! മുത്തശ്ശി. Bow! Hey! Call me grandma, okay? നമസ്കാരമുണ്ട് മുത്തശ്ശി. ഞങ്ങള് സ്വർണ്ണഭൂമി വെഞ്ചേഴ്സിനാണ് വരുന്നത്. Hi guys, please come. ഓക്കെ. എന്റെ ഗ്രാൻഡ്സൺ കോൾ ചെയ്തത് നിങ്ങൾക്കായിരുന്നല്ലേ? അതെ, എവിടെ അദ്ദേഹം? കുളിച്ചോണ്ടിരിക്കുക. ഇപ്പഴാ 5 ഫ്ലാറ്റ് വാങ്ങണമെന്ന് പറഞ്ഞോണ്ടിരുന്നത്. 5 ഫ്ലാറ്റ്സോ? വാട്ടർ. ഗ്രൗണ്ട് ഫ്ലോറില് ക്യാനുണ്ട്. ഇന്ന് ഞങ്ങളുടെ ജോലിക്കാരി വന്നില്ല. ഇറ്റ്സ് ഓക്കേ. മച്ചു, 7 ഫ്ലോറാടാ. 5 പ്ലോട്ട്സ് ആടാ. ഓക്കെ. പാവം, കഷ്ടപ്പെട്ട് മേളിക്കാരി വന്നതല്ലേ. കോഫി ഇട്ട് തരാന്ന് വെച്ചാ മിൽക്കില്ല. അതും താഴെയല്ലേ ഉള്ളത്. സോ ക്യൂട്ട്. നടന്നു. മച്ചാനെ, പാൽ പാക്കറ്റ് താഴെ ഉണ്ടടാ. അതെന്റെ വായിലുണ്ട്. നീ ഭയങ്കര ഷാർപ്പാടാ. വാ. താങ്ക്സ്. മുത്തശ്ശി, ഇത് എവിടെ വെക്കണ്ടേ? അവിടെ. താങ്ക് യു. ഞാൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്യടാ. കോഫി കൂടി ഇവിടെ. മുത്തശ്ശി, മുത്തശ്ശി, കോഫി. താങ്ക്
you. കുടിച്ചു നോക്ക് മുത്തശ്ശി. Fantastic. താങ്ക് യു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് തരണമെന്നാ തോന്നുന്നത്. പെട്ടെന്ന് ഒന്നിക്കും, ഞങ്ങൾക്ക് ഒരു സെന്റിമെന്റും ഇല്ല. എനിക്കുണ്ടല്ലോ. ഓ വീട് ഇത്ര അഴുക്കായിട്ട് കിടക്കുമ്പോ എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ക്ലവർ ബോയ്, ഐ അപ്രീഷിയേറ്റ് യു. നിങ്ങൾ ഇവിടെ റിലാക്സ് ആയിട്ട് ഇരിക്ക. വേഗം വാടാ. ഓൾ ക്ലിയർ. ഇതൊന്നുകൂടെ തീർന്ന എല്ലാം തീർന്നു. ചെക്ക് തരുന്നത് കൺഫേമാ. എന്ത് കൊടുക്കുന്ന കാര്യം പറയുന്നത്? 6 മാസമായിട്ട് റെന്റ് തന്നിട്ടില്ല. എന്ത് സത്യമാണോ? വിശ്വാസമില്ല, അങ്ങോട്ട് ചോദിക്ക്. മുത്തശ്ശി, നിങ്ങൾ റെന്റ് കിട്ടിയില്ലേ? ഈ കിളവി ഞങ്ങളുടെ നടു ഓടിച്ചു. നിങ്ങളെ മച്ചു 3 വീട് നോക്കി, പക്ഷെ ഒരു പ്ലോട്ട് കൂടി വിൽക്കാൻ പറ്റിയില്ല. അത് മാത്രല്ല, എല്ലാം റിവേഴ്സ് ആയില്ലേ. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യാ? എടാ മച്ചു, ആ ബോസാ കോൾ ചെയ്യുന്നേ. അവനോ? ലൗഡ് സ്പീക്കറിലിട്ടെ. ഹലോ, ജോലി എവിടെ വരെയായി? ദാ ഇപ്പൊ കഴിയും സാറേ. അങ്ങനെയാണോ? ജോലി കഴിഞ്ഞെന്നോ അതോ നിങ്ങൾ എന്ന് കഴിഞ്ഞെന്നോ? വെച്ച എന്താ സാറേ? ഫസ്റ്റ് ഡേ ഒരുത്തൻ കത്തി എടുത്തോണ്ട് വന്നോ? കയ്യിലെടുത്തു സാറേ. വേറൊരുത്തൻ നിങ്ങളെ കൊണ്ട് യോഗ ചെയ്യിപ്പിച്ചോ? ആ ചെയ്യിപ്പിച്ചു സാറേ. അപ്പൊ മൂന്നാമത്തെ കിളവി വാക്വം ക്ലീനർ യൂസ് ചെയ്യിപ്പിച്ചോ? ഞങ്ങൾ അവിടെയൊക്കെ തുടച്ചു പറഞ്ഞപ്പോഴും വിശ്വസിക്കാതെ അവരും ചേർന്ന് തുടച്ചു സാറേ. അടുത്തുനിന്ന് കണ്ട പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നു. അവരൊക്കെ എന്റെ പഴയ കസ്റ്റമേഴ്സ് ആണ്, ബഫലോസ്. നിങ്ങളെ പുതുതായി പരിചയപ്പെടുത്തിയതാ. എന്റെ കയ്യിൽ ഇപ്പൊ ബാങ്കിങ് ഉണ്ട്, അയക്കട്ടെ? ഇല്ല സാറേ, വേണ്ട. കക്ഷു കക്ഷിഷ്യ കക്ഷു ഭവ ബൈഡ ബഫല്ലോ. അതിനുശേഷം നമുക്ക് തന്നെ അവന് മെസ്സേജ് അയക്കാം. കറക്റ്റ് ആണ്. അവനെന്താ പറഞ്ഞ? കക്ഷു അത് പിന്നെ അതിനു മുമ്പ് എന്തോ ബാങ്കിങ്ങിനെ കുറിച്ച്. ആ കൂടെ വാ. ബാങ്ക് അക്കൗണ്ട് മോഷ്ടിക്കണോ? താങ്ക്സ് ഫോർ ദ കോപ്പറേഷൻ സർ. ഓക്കെ കബി. എന്താടാ എന്താ അങ്ങോട്ട് നോക്ക് ചേട്ടാ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നന്നായി. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വാടാ. സാർ ഈ പ്ലോട്ട് നിങ്ങൾ നോക്കിയാ മതി, വെക്കോ. ദാ, ഒറ്റയ്ക്ക് വന്ന് പെട്ടല്ലോടാ നീ. ഇന്നലെ കൂടെ ഒറ്റക്കല്ലേ മീറ്റ് ചെയ്ത്. നന്നായിട്ടുണ്ടോ നിങ്ങളുടെ സെറ്റപ്പ്? അവിടെ നിന്റെ അച്ഛൻ ബെറ്റ് വെച്ച് കാശ് തരാതെ പറ്റിച്ചിട്ട് പോകും. നീയാണെങ്കിൽ ടെന്റ് ഇട്ട് ആളുകളെ പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലേ? നന്നായിട്ടുണ്ടോ നിന്റെ ബിസിനസ്? ചേട്ടന്റെ കാശ് ഞാൻ പെട്ടെന്ന് തന്നെ തന്നേക്കാം. പ്രശ്നം വേണ്ട ചേട്ടാ. ബാങ്കിൽ ഇപ്പോഴാണ് പെർമിഷൻ തന്നിരിക്കുന്നത്. പ്ലീസ് ചേട്ടാ. അവൻ പെർമിഷൻ തന്നാലും ഞാൻ പെർമിഷൻ തരത്തില്ല. ഇവിടെ മാത്രമല്ല, ഈ സിറ്റിയിൽ നീ എവിടെ ചെന്നാലും നിനക്ക് ടെന്റ് ഇടാനുള്ള പെർമിഷൻ ഇല്ല. ദാ എടുത്ത് മാറ്റാ. മാറ്റ്. പ്ലീസ് ചേട്ടാ. അതൊക്കെ മാറ്റ്. പോ, പോ. 2 ദിവസത്തിൽ തന്നേക്കാം. അതാദ്യം എടുക്ക്. ചേട്ടാ എടാ, ടെന്റ് ആദ്യം പ്ലീസ് എടുക്ക്. ചേട്ടാ. ചേട്ടാ പോടാ. 2 ദിവസത്തിൽ തന്നേക്കേട്ടാ. പ്ലീസ് ചേട്ടാ. എടാ, നിനക്ക് അന്ന് കിട്ടിയതൊന്നും പോരെ? വീണ്ടും ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നോ? ചേച്ചി സോറി ചേച്ചി, എനിക്ക് മനസ്സിലായി ചേച്ചി. ഞാൻ പറയാം. ഗെറ്റ് ഔട്ട്. ലാസ്റ്റ് ടൈം അയാളുടെ അച്ഛന്റെ മുകളിൽ കൈവച്ചപ്പോഴേ അടിച്ച് റൊട്ടി വെക്കിയതാ. പിന്നെ? എന്താണ് ചക്കര ഇത്? പെട്ടെന്ന് കൈവച്ചല്ലോ. അല്ലാതെ എന്റെ ഹസ്ബൻഡ് അടിച്ചാൽ ഞാൻ വെറുതെ വിടോ? അയ്യോ എന്റെ ചക്കര. മതി, ചെന്ന് ജോലി